ഹലോ ഡിയർ ഓൾ. ഇപ്പം നമുക്കിന്നൊരു ട്രിപ്പ് പോവാം. ട്രിപ്പെന്ന് പറഞ്ഞാൽ മസനഗുഡി വഴി ഊട്ടിയിലേക്കല്ല കേട്ടോ, നമ്മൾ അടിമാലി വഴി മൂന്നാറിലേക്കാണ് പോകുന്നത്. ഇപ്പം എൻ്റെ ബ്രദർ അവരുടെ ഫാമിലി US നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോടൊപ്പം നമ്മളൊരു ഷോർട്ട് ക്വിക്ക് ഫാമിലി ട്രിപ്പ്. ഇപ്പം നമ്മൾ രാവിലെ തന്നെ ഒരു 7 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ നേരെ പോയത് തൊടുപുഴയ്ക്കാണ്. തൊടുപുഴയിലുള്ള ഹൈ റേഞ്ച് ഹോട്ടലിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമുക്കിവിടെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടി. ആ ഒരു സന്തോഷത്തിൽ നമ്മൾ നേരെ അങ്ങോട്ട് പോയി മൂന്നാർക്ക് പോയി. അപ്പോൾ മൂന്നാറിലെത്തി ഇവിടുത്തെ ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. ഉച്ചയായപ്പോൾ എല്ലാവർക്കും വിശന്ന് വന്നു പറഞ്ഞു. അപ്പോൾ നമ്മൾ റോച്ചാസ് റെസ്റ്റോറൻറ്റിൽ കയറി ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ യാത്ര കണ്ടിന്യൂസ് ചെയ്തു. അപ്പോൾ ഈ ഒരു മൂന്നാർ ആദ്യമായിട്ട് കാണുന്നവരൊന്നും അല്ലല്ലോ, എങ്കിൽ പോലും നമുക്കിത് കാണുമ്പോൾ നല്ല ഭംഗി തോന്നും അല്ലേ. ഇത്രയും ഗ്രീനായിട്ടുണ്ടായിരിക്കുന്ന കുറേ സ്ഥലങ്ങളും കുറേ തേയിലത്തോട്ടങ്ങളും അതോടൊപ്പം തന്നെ തേയിലയൊക്കെ നുള്ളുന്ന കുറച്ച് ചേച്ചിമാരെയും കണ്ടപ്പോഴത്തേക്കും നമുക്കൊക്കെ അങ്ങ് ആകെ സന്തോഷമായി. അപ്പം ഗ്യാപ്പ് റോട്ടിലെത്തി അവിടെ തന്നെ കുറച്ച് കരിക്കുമ്പുള്ളൊക്കെ കുടിച്ച് നമ്മൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെ നല്ല ചോളമൊക്കെ അവർ പുഴുങ്ങിയതുണ്ട്, പിന്നെ ചോളം നമുക്ക് റോസ്റ്റ് ചെയ്ത് തരും. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മളവിടെ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു യാത്ര നമ്മുടെ റിസോർട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇപ്പോൾ അറൗണ്ട് ഒരു 4:30 ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ റിസോർട്ടിലെത്തി. ഇപ്പോൾ പറക്കാട്ട് നേച്ചർ റിസോർട്ടിലാണ് നമ്മുടെ റൂം നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു റിസോർട്ട് നേച്ചറിനോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് റിസോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇവിടെ വരാറുണ്ട്. പിന്നെ എക്സ്ട്രാ ഇവർക്ക് കുറേ ആക്ടിവിറ്റീസും കൂടി അറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ എൻട്രൻസാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു ഗ്രാൻഡ് വെൽക്കം കിട്ടി. ചന്ദനൊക്കെ തൊടിയിച്ച് ചേച്ചിമാർ നമ്മളെ സ്വാഗതം ചെയ്തു. അപ്പോൾ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി. ആ വെൽക്കം ഡ്രിങ്ക് ഒക്കെ എൻജോയ് ചെയ്ത് നമ്മുടെ അവിടുത്തെ ചെക്കിൻ പ്രോസസ്സുകളിലേക്കൊക്കെ കടന്നു. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മളവിടെ തന്നെയുള്ള റൂമിലേക്ക് പോകാനായി റെഡിയായി. അപ്പോഴാണ് 3rd ഫ്ലോറിൽ തന്നെ ഒരു വ്യൂ പോയിൻ്റ് നമ്മൾ കണ്ടത്. ലവ് പറക്കാട് ബോർഡൊക്കെ വെച്ചിട്ട് നമ്മുടെ വാലൻറ്റൈൻസ് ഡേ ഒക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. വാലൻറ്റൈൻസ് ഡേക്ക് വേണ്ടിയിട്ട് അവർ അറേഞ്ച് ചെയ്തിരുന്ന ഒരു സ്പോട്ടും അങ്ങനെ കുറേ ഫോട്ടോ സ്പോട്ട്സൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അപ്പം നമ്മൾ റൂമിലൊക്കെ ചെന്ന് ബാഗൊക്കെ വെച്ച് പൂൾ ഏരിയയിലേക്ക് നമ്മളെത്തി. അപ്പോൾ പൂളിൽ നമുക്കിവിടെ ഒരു 7 AM to 7 PM ആണ് ടൈം ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ടൈം ഒട്ടും കളയാണ്ട് പൂളിലൊക്കെ ചാടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു റിസോർട്ട് ആസ് ദ നെയിം സീസ് പാലക്കാട് നാച്ചുറൽ റിസോർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നേച്ചറിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ അറേഞ്ച്മെൻറ്റ്സും. പിന്നെ ഒരു ഫുൾ ഗ്രീൻ എഫക്റ്റ് ഉണ്ട് ഇവിടെ എല്ലായിടത്തും. ഇപ്പം ഇവരുടെ ഓരോ ഏരിയ, അതായത് റിസോർട്ട് ഏരിയാസിൽ തന്നെ ഇവിടെ മരങ്ങളുണ്ട്, അതൊന്നും വെട്ടി മാറ്റാണ്ട് തന്നെയാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള സ്പേസസ് ഒക്കെ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുറച്ച് കുരങ്ങന്മാരൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യാൻ എത്തിയിരുന്നു കേട്ടോ. അപ്പം പൂൾ ഏരിയയിൽ നമ്മൾ അറൗണ്ട് ഒരു 1.5 hours ഒക്കെ സ്പെൻഡ് ചെയ്ത് എല്ലാവരും പൂളിലൊക്കെ ചാടി ചില്ല് ചെയ്ത് കുറച്ച് സമയമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ നിന്ന് കയറിപ്പോയത്. അപ്പം ഈ ഒരു റിസോർട്ടിൽ ഓൾമോസ്റ്റ് നല്ലൊരു ഏരിയ തന്നെ ഇവർക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും ഇവർ പല രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവർ പറക്കാട് ജുവലേഴ്സിൻ്റെ തന്നെ ഒരു അതർ കൈൻഡ് ഓഫ് ബിസിനസ്സാണ്. അപ്പം ഇവിടെ പറക്കാട് ജുവലേഴ്സിൻ്റെ തന്നെ കുറച്ച് ജുവൽസൊക്കെ ഇവിടെ അവർ എക്സിബിഷന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രൈസസും ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതും പർച്ചേസ് ചെയ്ത് അവിടെ വന്ന് പോകാവുന്നതാണ്. അപ്പം ഈ ഒരു റിസോർട്ടിൻ്റെ എൻട്രൻസ് മുതൽ ഇതിൻ്റെ ഓരോ പോയിൻറ്റ്സും, അതായത് ഓരോ ഏരിയാസും വളരെ നീറ്റ് ആൻഡ് വെൽ അറേഞ്ച്ഡ് ആയിരുന്നു. അപ്പോൾ ഇവരുടെ ഓരോ ഏരിയാസ്, അതായത് ഇവൻ നമുക്ക് നടക്കുന്ന ഓരോ സ്പോട്ട്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ പോലും അവിടെ എല്ലായിടത്തും അവർ നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ അവിടെ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് അവരുടെ സ്റ്റെപ്സൊക്കെ ആണെങ്കിൽ പോലും കോൺക്രീറ്റ് സ്റ്റെപ്സൊന്നും അല്ല, വുഡൻ സ്റ്റെപ്സൊക്കെ തന്നെയാണ്. അതായത് ആ ഏരിയയിലുണ്ടായിരുന്ന കാര്യങ്ങളെ അതേപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. then പറക്കാട്ടൊക്കെ ലൈറ്റൊക്കെ ഇട്ട് രാത്രി ആയപ്പോഴത്തേക്കും നല്ല ഭംഗിയായി. നൈറ്റിൽ അവർക്കൊരു ക്യാമ്പ് ഫയർ പോലെ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ താമസിക്കുന്ന ഏതൊരു റൂമിലുള്ള ആളുകൾക്ക് ഈ അവിടെ എൻജോയ് ചെയ്യാവുന്നതാണ്. ദെൻ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് ഡിന്നർ കഴിക്കാനായിട്ട്. എല്ലാവർക്കും വിശക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നമുക്ക് ബൊഫെ ടൈപ്പ് ഡിന്നറാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ചൂസ് ചെയ്യാം. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ വന്ന് കഴിക്കാം.
അപ്പം ബൊഫെ ടൈപ്പ് ആയതുകൊണ്ട് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് നമുക്കവിടെ കിട്ടും. അപ്പോൾ അത് ഈവൻ സാലഡ്സ് മുതൽ മെയിൻ മെനൂസ് വരെ ഒരുപാട് വെറൈറ്റീസ് നമുക്കവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഏതാണോ നമുക്ക് ഇഷ്ടമുള്ളത് അതൊക്കെ ചൂസ് ചെയ്ത് ടൈം എടുത്ത് നന്നായിട്ട് ഗ്രാൻഡായിട്ട് തന്നെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇനി ഉറങ്ങണതിന് മുന്നേ കുറച്ച് സമയം നടക്കാനും വർത്താനം പറയാനും ഫോട്ടോസൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ റെഡിയായിരുന്നു. അപ്പം ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും ലൈറ്റൊക്കെ ഇട്ട് പല കളർഫുൾ പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് അവർ ലൈറ്റ്സിനൊക്കെ അവർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു വ്യൂ ആയിരുന്നു. അങ്ങനെ രാത്രി ഉറങ്ങി രാവിലെ ഒരു 6 മണിയായപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എണീറ്റു. നല്ലൊരു സൺറൈസ് എൻജോയ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ ഒരു 6:45 AM മൂന്നാറിൽ നമുക്ക് അന്നത്തെ സൺറൈസിൻ്റെ ടൈം കിട്ടിയത്. കറക്റ്റ് 6:45 ആയപ്പോഴത്തേക്ക് ആയിരത്തി സൂര്യനെത്തി. അപ്പോൾ നമ്മൾ സൺറൈസൊക്കെ കണ്ട് എല്ലാവരും അതൊക്കെ എൻജോയ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നു. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. അപ്പം അതും ഒരു ബൊഫെ ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റ്, ഒരു റിസോർട്ടും റെസ്റ്റോറൻറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ അവർ എല്ലാ വെറൈറ്റീസ് ഓഫ് ഫുഡ്സും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇംഗ്ലീഷ് ഓർ ബ്രിട്ടീഷ് ബ്രേക്ക്ഫാസ്റ്റ് മുതൽ നമുക്ക് സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം തന്നെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമുക്ക് മൂന്നാറൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ ഇവിടെയുള്ള കുറച്ച് സ്പോട്ടുകൾ കൂടി നമ്മൾ ഫോട്ടോസ് എടുക്കാത്തതും നമ്മൾ കാണാത്തതുമായിട്ടുള്ള ഏരിയാസൊക്കെ ഒന്നും കൂടിയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നമ്മളവിടെ നിന്ന് പോകാനുള്ള റെഡി ആവാനായിട്ട് പോയി. അപ്പോൾ ഇവിടുത്തെ ഏത് ഏരിയാസ് എടുത്തു കഴിഞ്ഞാലും അവിടെ എല്ലാം നമുക്ക് ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് തോന്നുന്ന രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മൾ അവിടെ നിന്ന് നേരെ മൂന്നാറിലേക്ക് പോയി. അപ്പോൾ മൂന്നാറിൽ പോയ സമയത്ത് ആ പോണ വഴിക്ക് നമുക്കൊരു CSI ക്രൈസ്റ്റ് ചർച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ബ്രിട്ടീഷ് ബിൽഡപ്പ് ചർച്ചാണ്. അപ്പോൾ ആ ഒരു ചർച്ചൊക്കെ വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ ടോപ്പ് സ്റ്റേഷനിലെത്തി നമ്മൾ പോണ വഴിക്ക് തന്നെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വളയും മാലയും കമ്മലും ഡ്രീം ക്യാച്ചറും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ടോപ്പ് സ്റ്റേഷൻ മറന്നിട്ട് കുറച്ച് സമയം നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു. then അവിടെ വന്ന് തിരിച്ച് നമ്മൾ ഇറങ്ങി പോകുന്ന വഴിക്കാണ് ഒരു ചേട്ടനെ നമ്മൾ പരിചയപ്പെട്ടത്. ആളുടെ പേര് മനോ എന്നാണ്. ഈ ചേട്ടന് ഇവിടെ ഒരു ടൂറിസ്റ്റ് ഗൈഡായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ചേട്ടൻ ഇവിടെ ഒരു 26 മേലെ വർഷം ആയി ഈ ഒരു സ്ഥലത്ത് ടൂറിസ്റ്റ് ഗൈഡായിട്ട്, ഒഫീഷ്യലി ടൂറിസ്റ്റ് ഗൈഡായിട്ട് ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസസ് ജസ്റ്റ് ഞാനിങ്ങനെ അവിടെ ക്യാരറ്റ് കണ്ടപ്പം എത്ര റേറ്റ് എന്നൊക്കെ ചോദിച്ചിങ്ങനെ സംസാരിച്ച് തുടങ്ങിയതാണ്. അപ്പോഴാണ് ചേട്ടൻ്റെ കടയുടെ ബാക്കിലായിട്ട് തന്നെ ഒരു ബാനർ കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ടെൻറ്റൊക്കെ കെട്ടി ഹോം സ്റ്റേക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ജസ്റ്റ് ചോദിച്ചപ്പോഴാണ് ചേട്ടൻ ഇങ്ങനെ ടൂറിസ്റ്റ് ഗൈഡാണെന്നും ആളുടെ ഒരു ഫീച്ചറൊക്കെ ഇങ്ങനെ ഒരു മഗസിനിൽ വന്നതിനെപ്പറ്റി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്നെ ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു. അപ്പം ചേട്ടൻ ഇവിടെ ടൂറിസ്റ്റ് ഗൈഡായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു ബുക്ക്, അതായത് ഒരു ഡയറി എന്നെ കാണിച്ചു. അതായത് ചേട്ടൻ്റെ അടുത്ത് ഹോം സ്റ്റേയിൽ താമസിച്ചിട്ടുള്ള ഫോറിനേഴ്സിൻ്റെ അറൗണ്ട് ഒരു 46 എബോവ് കൺട്രീസ് എന്നുള്ള ആളുകൾ ചേട്ടൻ്റെ ഹോം സ്റ്റേ എടുത്തിട്ടുണ്ട്. അവിടെ താമസിച്ചതിൻ്റെയും അതിനെ പറ്റിയിട്ടുള്ള റിവ്യൂസൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് എല്ലാ ഭാഷയിലും ഉണ്ട് കേട്ടോ. നമുക്ക് ഈ പറഞ്ഞ ഭാഷകളെല്ലാം ഒന്നും അറിയില്ലെങ്കിലും നമുക്ക് അറിയണ ഭാഷയിലുള്ളതൊക്കെ കുറച്ചൊക്കെ വായിച്ച് നോക്കി നല്ല രസമുണ്ടായിരുന്നു. ചേട്ടൻ്റെ ഫോട്ടോ, ചേട്ടൻ്റെ ഫാമിലിയാണ്, ചേട്ടൻ്റെ മകളുടെ കൊച്ച് ഫാമിലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. പിന്നെ ബ്രദർ ഫാമിലിക്ക് വന്നപ്പോഴത്തേക്കും അവരുടെ അടുത്തും ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ് ചേട്ടൻ്റെ ആൽബവും ചേട്ടൻ്റെ ഫോട്ടോസും ഒക്കെ തന്നെ അവരെയും കൂടെയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പം ഇതെല്ലാം കണ്ട് എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. അപ്പോൾ കഥകളൊക്കെ കേട്ട് ഞങ്ങൾ തിരിച്ചത് നാട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ നമ്മൾ കൃഷ്ണ സ്റ്റോറിൽ കയറി കുറച്ച് ചോക്ലേറ്റും തേയിലപ്പൊടിയും കുറച്ച് സ്പൈസസും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി. അതിനുശേഷം ഉച്ചയല്ലേ ലഞ്ച് കഴിക്കാനായിട്ട് നമ്മളിവിടെ തന്നെയുള്ള ഒരു ബെസ്റ്റ് റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ആലു പറാത്ത, മീൽസ് അങ്ങനെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് പോരുവാണ്. അപ്പം നല്ലൊരു ട്രിപ്പായിരുന്നു, സ്പെഷ്യലി ഫാമിലിയോടൊപ്പം പോയ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. ഹോപ്പ് യു വിൽ എൻജോയ് ദ വീഡിയോ. താങ്ക് യു.